ജൂൺ മാസം 14 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സീത എന്ന ആദിവാസി യുവതിയെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയതായി പീരുമേട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചത്. വനംവകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനായ ബിനുവിന്റെ ഭാര്യയാണ് സീത. കാട്ടുപത്രി, പുളി, തേൻ തുടങ്ങിയ വനവിഭവങ്ങൾ ശേഖരിക്കാനാണ് ഭാര്യ സീതയും മക്കളായ സജുമോൻ, അജുമോൻ എന്നിവരും ഒന്നിച്ച് ബിനു കാടിനുള്ളിലേക്ക് പോയതെന്നും അവിടെ വെച്ചാണ് ആനയുടെ ആക്രമണമുണ്ടായതെന്നുമാണ് ബിനു പോലീസിനോട് പറഞ്ഞത്. ഭാര്യയെ ആക്രമിച്ച കാട്ടാന തന്നെയും ആക്രമിച്ചുവെന്നും തനിക്കും ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നുമാണ് ബിനു പോലീസിന് മൊഴി നൽകിയത്. ഇതോടെ പീരുമേട്ടിൽ കാട്ടാന ആക്രമണത്തിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു. ശനിയാഴ്ച രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതോടെയാണ് പോലീസിന് സംശയങ്ങൾ ബലപ്പെട്ടത്. തുടർന്ന് സീതയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് അയക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടു. എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ സമ്മർദ്ദം മൂലം പോസ്റ്റ്മോർട്ടം പീരുമേട്ടിൽ തന്നെ നടത്തുകയായിരുന്നു. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പോലീസിന്റെ സംശയം സത്യമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. മൃഗീയമായ മർദ്ദനമേറ്റാണ് സീത കൊല്ലപ്പെട്ടതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സീതയുടെ തല പലതവണ പരിക്കനായി പ്രതലത്തിലിടിച്ചതായി വ്യക്തമായി. ഇടതുവശത്തെ വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറിയിട്ടുണ്ട്. ഉയരമുള്ള സ്ഥലത്തുനിന്നും താഴേക്ക് വീണതിന് സമാനമായ പരിക്കുകളും സീതയുടെ ശരീരത്തിലുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കഴുത്തിലും കൈകളിലുമെല്ലാം മൽപ്പിടുത്തം നടന്നതിന്റെ പാടുകളുമുണ്ട്. സീതയെ ബിനു കരുതിക്കൂട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് സംശയിക്കാവുന്ന കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതെന്ന് പോലീസ് പറയുന്നു. കാട്ടാന ആക്രമണത്തിനാണ് സീത മരിച്ചതെന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം ബിനു നടത്തിയെന്നും പോലീസ് വ്യക്തമാക്കി. തുടർന്ന് സീത എന്ന ആദിവാസി യുവതിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് ഭർത്താവ് കൊമ്പൻ ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.